അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഖുർആൻ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ഉണ്ട്. ഞങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൻ നാസിലെ ഭാഗത്തിൽ നിന്നായിട്ട് തുടങ്ങിയത്. മുന്നോട്ട് കുറേ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ആയത്ത് കുറേ ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട് ഇൻഷാ അല്ലാഹ് ഇതിന് ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് ഭാഗത്തിൽ നിന്ന് ചില സൂറത്തുകളെ ഓതേൻ്റെ രീതിയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകാം. ഒന്നാമതായി സൂറത്തുന്നാസ്. ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിച്ചത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതിൻ്റെ പേര് ചൊല്ലുമ്പോൾ സൂറത്തുന്നാസ് അങ്ങനെ ചൊല്ലണം, സൂറത്തുന്നാസ്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പാട്ടെടുത്ത് ഒരു വിഷയം മാത്രമായിട്ട് എന്തിനു ചെന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതെപ്പോഴും കാണാൻ പാടുള്ള സൂറത്ത്, എപ്പോഴും ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത്. അപ്പോൾ ഈ സൂറത്ത് ഞങ്ങൾ കറക്റ്റായിട്ട് കണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഖുർആൻ്റെ പല ആയത്തുകളും ഞങ്ങൾക്ക് ചന്ത ഭംഗിയാക്കി ഓതുക ഞങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ആയത്തിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഓത്ത് ശരിയാവുന്നത് മണിക്കിടതായിട്ടിക്കട്, മണിക്കിടെ നീട്ടിടെ എന്നതായിട്ടിക്കട് ഓത്തുള്ളൂ. ബാക്കി അക്ഷരങ്ങൾ ഉച്ചാരണങ്ങളിലുണ്ട്, എന്നാലും ഓരോരു ശൈലിയും ചന്തവും വേണ്ടത് ഈ മണിക്കിടെതിരും നീട്ടതിലായിട്ടിക്കട്. ഇതിൽ ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ശ്രദ്ധുള്ള ഒരു നൂണ് അതിനെ ഞങ്ങൾക്ക് എന്താക്കണം, മണിച്ചിട്ട് ഓതണം. നൂനെപ്പോഴും ശ്രദ്ധ വന്ന് അല്ലെങ്കിൽ അതൊക്കൊരു മണിക്കിടം ചെന്നിട്ട് മണിക്കിടം ചെന്നെങ്കിൽ ആ ശബ്ദത്തെ ഞങ്ങൾ തരിമൂക്കിൽ കടത്തരേ. അത് ഈ നൂനുകും മീമുകും മാത്രമല്ല, വേറെ ഒരക്ഷരത്തും ഇല്ല, ഈ രണ്ടക്ഷരത്ത് മാത്രം ശ്രദ്ധ പറയുമ്പോൾ ഞങ്ങൾ കൂടുതൽ എന്താക്കേണ്ടതുണ്ട്, മണിക്കേണ്ടി വേണ്ട. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കൂ, ഇതിൽ ശ്രദ്ധ ഉണ്ട്, എവിടെ ഉണ്ട് ശ്രദ്ധ വന്നരെ നൂനുക ശ്രദ്ധ വന്നരെ ഒന്ന് ഖുൽ അഊദു ബിറബ്ബിന്നാസ് അവിടെ അല്ലേ, നൂനുക ശ്രദ്ധ വന്നരെ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. നോക്കോറു ഇതിൽ നൂന് പറഞ്ഞ പ്ലേസെല്ലാം നോക്കോറോളന്നു. അപ്പോൾ എല്ലാ ആയത്തുകളെയും ലാസ്റ്റ് നോക്കോറു ബിറബ്ബിൻ നാസ്. നാസ് ചെന്നെങ്കിൽ മനുഷ്യന്മാർ എന്നുള്ള മനുഷ്യർ. അപ്പോൾ ബിറബ്ബിൻ നാസ് ഞങ്ങളിപ്പോൾ ഓതകായിട്ട് ചൊല്ലേ നൂനടെ മണിക്കിര എന്നുള്ളത്. അപ്പോൾ ബിറബ്ബിൻ നാസ് അല്ല, ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അവിടെ നൂനുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ജിന്നതി എന്നതിലും നൂനുണ്ട്, വന്നാസ് എന്നതിലും നൂനുണ്ട്, രണ്ടിലും ശ്രദ്ധയുണ്ട്. അപ്പോൾ ഇതെന്താക്കണം, എല്ലാ ഈ ശ്രദ്ധ വന്ന നൂനടെ മണിച്ചിട്ട് ഓതിട്ട് ആദത്താക്കണം. പിന്നെ ഇതിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഞങ്ങൾ ആയത്ത് വഖഫാക്കുമ്പോൾ ആയത്ത് കറക്റ്റായിട്ട് വഖഫാക്കണം. ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അപ്പോൾ വഖഫാക്കുമ്പോൾ ഞങ്ങൾ നൂന് കേന്ദ്രം കൊടുക്കണം, സുക്കൂന് കൊടുത്തിട്ട് ഓതണം. ഇനി വഖഫ് ഞങ്ങൾ ആക്കില്ലെങ്കിൽ അർജൻറ്റായിട്ട് അങ്ങനെ ഏറ്റിക്കിട്ട് ഓതര്, സാധാരണ അങ്ങനെ ഏറ്റിക്കിട്ട് ഓതരുത്. അപ്പം ഞങ്ങൾ വഖഫ് ആക്കില്ല എങ്കിൽ ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ് വഖഫാക്കടെ മാത്രം സീനക്ക് സുക്കൂൺ കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതെന്താക്കണം, ഉള്ള ഹർക്കത്ത് കൊടുത്തിട്ടായിട്ട് ഇക്കടെ ഓതനായത്. സാധാരണ ഞങ്ങൾ ഓത്തുൽ കാണ്ട് ഒന്നായിട്ട് ഇക്കടെ ഹദ്ദാദിൽ പിന്നെ യാസീൻ ഓതി അവിടെയൊക്കെ ഇത് ഈ സൂറത്ത് ഓതുമ്പോൾ ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഇങ്ങനെ ഓതി പോകണ്ടേ. വഖഫും അല്ല വസുലും അല്ല. അപ്പോൾ അങ്ങനെ ഓത്തിറ ഒന്നാ ഞങ്ങൾ ചന്ത മര്യാദയിൽ വഖഫാക്കണം, അല്ലെങ്കിൽ സേർപ്പാട്ടിട്ട് ഓതണം. ഖുൽ അഊദു ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇങ്ങനെ ഇത് വളരെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നായിട്ടിട്ട് ഞങ്ങൾ മക്കൾ ഓത്തും അങ്ങനെ. ഇത് ശരിയായെങ്കിൽ ബാക്കി ഭാഗങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ അദ്ദാദിലും ബാക്കിയുള്ളവിടൊക്കെ ഞങ്ങൾ ഓതുമ്പോൾ ഈ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുക. വഖഫ് എന്നാൽ ശരിയായി വഖഫാക്കുക, അല്ലെങ്കിൽ സേർപ്പാട്ടിട്ട് ഓതുക. ഈ ഒരു സൂറത്ത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ബാക്കി പക്കത്തിലൊക്കെ ഞങ്ങൾക്കത് സുലഭമാവും. ഇത് അള്ളാഹുടൊട്ട് കാവൽ കേക്കടെ ആയത്ത് സൂറത്ത്.
ഇതിലെ ശ്രേഷ്ഠത ഞങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു. അപ്പോൾ ഇൻ്റെ നിങ്ങൾ എന്താക്കിയൊന്നെങ്കിൽ ഇതിലൊന്ന് ഞങ്ങൾക്ക് ഓതിയിട്ട് കിടത്തമ്മി. ഞാനിപ്പോൾ ചെറിയ ക്ലിപ്പാക്കണം, ഞങ്ങൾ വാട്സപ്പിൽ ഓതി കിടത്തര ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുമ്പോൾ ഈ ആയത്തിലൊന്നും ചെന്താക്കി ഇതേപോലെ ഓതി പഠിച്ചെങ്കിൽ ഇപ്പോൾ ബാക്കി പക്കത്തിലൊക്കെ നൂണ് പറയുമ്പോൾ ഞങ്ങൾക്കത് മണിക്ക് കൂടും. ഇപ്പോൾ ഇതിന് ഞങ്ങൾ ഒട്രാസി ഓതരുത് കൊണ്ടായിട്ടിക്കണ് ഞങ്ങൾക്ക് ബാക്കി ഭാഗത്തിലൊക്കെ ഈ നൂണിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഓതിപ്പോണ്ടേ. അപ്പോൾ ഇതിനെ നന്നാക്കി ചെന്താക്കി പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഓതി കേൾപ്പിക്കാൻ ഞങ്ങൾ വാട്സപ്പിലുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ് പണ്ടതുക്ക് മുന്നിലായിട്ട് ഭംഗിയാക്കി ഓതി ഞങ്ങളെ ഗ്രൂപ്പിൽ കേൾപ്പിക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാ ആൽമാർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നിങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കെതിരെ അർത്ഥങ്ങൾ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.